യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 26. അന്നാളിൽ അവർ യഹൂദാദേശത്ത് ഈ പാട്ടുപാടും. നമുക്ക് ബലമുള്ളൊരു പട്ടണമുണ്ട്, അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളുമാക്കി വയ്ക്കുന്നു. വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പിൻ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. അവൻ ഉയരത്തിൽ പാർക്കുന്നവരെ ഉന്നത നഗരത്തെ തന്നെ താഴ്ത്തി തള്ളിയിട്ട് നിലംപരിചാക്കി പൊടിയിൽ ഇട്ടുകളഞ്ഞിരിക്കുന്നു. കാൽ അതിനെ ചവിട്ടിക്കളയും. എളിയവരുടെ കാലുകളും ദരിദ്രന്മാരുടെ കാലടികളും തന്നെ. നീതിമാന്റെ വഴി ചൊവ്വുള്ളതാകുന്നു. നീ നീതിമാന്റെ പാതയെ ചൊവ്വായി നിരത്തുന്നു. അതെ യഹോവേ, നിന്റെ ന്യായവിധികളുടെ പാതയിൽ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. നിന്റെ നാമത്തിനായിട്ടും നിന്റെ സ്മരണയ്ക്കായിട്ടും ഞങ്ങളുടെ ഉള്ളം വാഞ്ചിക്കുന്നു. എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു. എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. നിന്റെ ന്യായവിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കും. ദുഷ്ടന് കൃപ കാണിച്ചാലും അവൻ നീതി പഠിക്കയില്ല. നേരുള്ള ദേശത്ത് അവൻ അന്യായം പ്രവർത്തിക്കും. യഹോവയുടെ മഹത്വം അവൻ കാണുകയുമില്ല. യഹോവേ, നിന്റെ കൈ ഉയർന്നിരിക്കുന്നു, അവരോ കാണുന്നില്ല. എങ്കിലും ജനത്തെക്കുറിച്ചുള്ള നിന്റെ തീഷ്ണത അവർ കണ്ട് ലജ്ജിക്കും. നിന്റെ ശത്രുക്കളെ ദഹിപ്പിക്കുന്ന തീ അവരെ ദഹിപ്പിച്ചു കളയും. യഹോവേ, നീ ഞങ്ങൾക്കായിട്ട് സമാധാനം നിയമിക്കും. ഞങ്ങളുടെ സകല പ്രവൃത്തികളെയും നീ ഞങ്ങൾക്കു വേണ്ടി നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ അല്ലാതെ വേറെ കർത്താക്കന്മാർ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയിട്ടുണ്ട്. എന്നാൽ നിന്നെ മാത്രം, നിന്റെ നാമത്തെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു. മരിച്ചവർ ജീവിക്കുന്നില്ല, മൃതന്മാർ എഴുന്നേൽക്കുന്നില്ല. അതിനായിട്ടല്ലോ നീ അവരെ സന്ദർശിച്ച് സംഹരിക്കുകയും അവരുടെ ഓർമ്മയെ അശേഷം ഇല്ലാതാക്കുകയും ചെയ്തത്. നീ ജനത്തെ വർദ്ധിപ്പിച്ചു. യഹോവേ, ജനത്തെ നീ വർദ്ധിപ്പിച്ചു. നീ മഹത്വപ്പെട്ടിരിക്കുന്നു. ദേശത്തിൻ്റെ അതിരുകളെയെല്ലാം നീ വിസ്താരമാക്കിയിരിക്കുന്നു. യഹോവേ, കഷ്ടതയിൽ അവർ നിന്നെ നോക്കുകയും നിന്റെ ശിക്ഷ അവർക്ക് തട്ടിയപ്പോൾ ജവം കഴിക്കുകയും ചെയ്തു. യഹോവേ, പ്രസവം അടുത്തിരിക്കുന്ന ഗർഭിണി നോവുകിട്ടി തൻ്റെ വേദനയിൽ നിലവിളിക്കുന്നത് പോലെ ഞങ്ങൾ നിന്റെ മുമ്പാകെ ആയിരുന്നു. ഞങ്ങൾ ഗർഭം ധരിച്ച് നോവുകിട്ടി പ്രസവിച്ചാറെ കാറ്റിനെ പ്രസവിച്ചതുപോലെ ഇരുന്നു. ദേശത്ത് ഒരു രക്ഷയും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. ഭൂവാസികൾ പിറന്നു വീണതുമില്ല. നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പിൻ. നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞുപോലെ ഇരിക്കുന്നു. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. എൻ്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്ക. ക്രോധം കടന്നു പോകുമ്പോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിപ്പാൻ തൻ്റെ സ്ഥലത്തു നിന്ന് ഇതാ വരുന്നു. ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും. തന്നിലുള്ള ഹതന്മാരെ ഇനി മൂടിവെക്കുകയുമില്ല.